ഗൈസ് നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഫോട്ടോഷോപ്പ് അല്ല നോക്കാൻ പോകുന്നത്. ഒരു ക്ലയൻറ്റിൻ്റെ ഒരു റിയൽ ക്ലയൻറ്റിൻ്റെ വർക്ക്, ഒരു ലോഗോ വർക്ക് കിട്ടിയാൽ നമ്മളത് സ്റ്റാർട്ട് മുതൽ അവസാനം വരെ എങ്ങനെ അത് എന്താ പറയുക, ഒരു ക്ലയൻറ്റിന് കൊടുക്കുന്ന ഫയല് വരെ നമ്മളെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ലോഗോ ഡിസൈൻ വർക്ക് ഫ്ലോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ ബ്രാൻഡിൻ്റെ പേര് നോക്സാർ എന്നാണ്. ഇതൊരു മോഡേൺ ലക്ഷറി പെർഫ്യൂം ബ്രാൻഡാണ്. അപ്പോൾ അവരുടെ ബ്രാൻഡ് പേഴ്സണാലിറ്റി ഒക്കെ അവർ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളോട് ഉണ്ടാക്കാൻ പറയും ചില ബ്രാൻഡുകൾ. ലോഗോൻ്റെ പേര് തൊട്ട് നെയിം തൊട്ട് ആ ബ്രാൻഡിൻ്റെ പേഴ്സണാലിറ്റി വരെ, അവരുടെ എന്താ പറയുക, മിഷനും വിഷനും വരെ ചിലപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അവരൊട്ടും ഒരു എന്താ പറയുക, പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ അവരെ സമീപിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ അതിലൂടെ പോകുന്നില്ല. അപ്പോൾ ഇത് അവർ തന്നിട്ടുള്ള ഡാറ്റ വെച്ച്, അവർ തന്നിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടും, പിന്നെ അവർ തന്നിട്ടുള്ള ബ്രാൻഡ് പേഴ്സണാലിറ്റി വെച്ചിട്ടും നമ്മൾ എങ്ങനെയാണ് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് അവസാനം ക്ലയൻറ്റിന് കൊടുക്കാൻ പാകത്തിനുള്ള ഒരു ഫയലാക്കി മാറ്റാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ബ്രാൻഡിങ് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം, ത്രൂ ഔട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം എനിക്ക് ഈ ഒരു ഒരുപാട് സ്കെച്ചും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള സ്കെച്ചും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. കാരണം ഒരു ലോഗോ ക്രിയേഷൻ മാത്രമല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, ബ്രാൻഡിങ്ങുമാണ്. അപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ അവസാനത്തെ സ്കെച്ച്, അതായത് ലോഗോ ഫൈനലൈസ് ചെയ്തതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്കെച്ചാണ് ഇത്. ഒരു ചെറിയ വീഡിയോ ആണ്. ഓക്കെ, ഇട്ടിട്ട് ഇതിൻ്റെ മുമ്പ് ഒരുപാട് സ്കെച്ചുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ഫൈനൽ ചെയ്തിട്ടുള്ള ലോഗോ ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ലോഗോ. ഓക്കെ, അതായത് ലോഗോൻ്റെ സിമ്പൽ. അപ്പോൾ അത് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിന് ആപ്റ്റായിട്ടുള്ള ടെക്സ്റ്റ് ഞാൻ നോക്കുന്ന സമയത്ത് അവരുടെ ബ്രാൻഡ് പേഴ്സണാലിറ്റി മിസ്റ്റീരിയസ്, കോൺഫിഡൻസ്, സെൻഷ്വൽ, പ്രീമിയം, മോഡേൺ. അപ്പോൾ ഇത് 5 പേഴ്സണാലിറ്റിയും ഒത്തിണങ്ങുന്ന ഒരു ഫോണ്ടായിട്ട് എനിക്ക് തോന്നിയത് ജോസഫീൻ സാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന ഒരു സാധാരണ നോർമൽ ഫോണ്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ലോഗോ എങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ലോഗോ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ഇത് ലോക്ക് ചെയ്യുക, ഇമേജ് ലോക്ക് ചെയ്ത് ഇനി ഗ്രിഡുകൾ ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ലൈന് വരച്ച് ഞാൻ അതിനൊരു റെഡ് കളർ കൊടുത്തു. ഓക്കെ, അത് ഇവിടെ എടുത്ത് ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി ഇത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്, എന്നിട്ടിത് ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി ഇത് ഞാൻ ഗ്രൂപ്പ് ചെയ്തിട്ട് 2 ഗ്രൂപ്പ് ചെയ്യാണ്. കൺട്രോൾ ജി വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ, റൊട്ടേറ്റ് ചെയ്ത് സെറ്റാക്കി കൊടുന്ന്. ഓക്കെ, കുറച്ചും കൂടി നമുക്ക് റൊട്ടേഷൻ ഒന്ന് ശരിയാക്കണം. ഇവിടുത്തെ ഏറ്റവും റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടുത്തെ അറ്റം ഒരു ഗ്രിഡ് ആവശ്യമാണ്. സെയിം സാധനം തന്നെ അപ്പുറത്തേക്കും പോകുന്നുണ്ട്. ഒരു ഗ്രിഡ് അല്ല, ഒരു ത്രികോണം പോലത്തെ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുത്തെ അറ്റം ഒരു ഗ്രിഡ്, ഇവിടുത്തെ അറ്റം അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് അതിന് ഞാനൊരു കളർ മാറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കളർ ഞാനൊരു യെല്ലോ ആക്കി. ഓക്കെ, സെയിം സാധനം ഇവിടെ വരുന്നുണ്ട്, ഞാനത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. യെസ്. ഓക്കെ, അതേപോലെ ഇവിടുന്ന് നമ്മൾ കൺട്രോൾ വൈ അടിച്ചിട്ട് നമുക്ക് നോക്കിയാൽ ഇവിടുന്ന് ടച്ച് ചെയ്യണം. ഇവിടെ ടച്ച് ചെയ്യുന്നില്ല, അതേപോലെ ഈ ഒരു അറ്റത്ത് ഇത് ടച്ച് ചെയ്യണം. അപ്പോൾ ടച്ച് ചെയ്തില്ല, അപ്പോൾ നമ്മളിങ്ങനെ നീക്കി കൊടുക്കുക. ഓക്കെ, നല്ലോണം സൂം ചെയ്ത് കൺട്രോൾ വൈ അടിച്ചിട്ട് ഞാൻ അതിൻ്റെ വയർ ഫ്രെയിം എടുത്തിട്ടാട്ടോ സൂം ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ഇവിടുന്ന് എടുത്ത്
ഇവിടുന്ന് വെച്ച് ആ മഞ്ഞ അങ്ങനെയും കൊടുക്കണം. അതേപോലെ ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് ഇത് ഫിക്സ് ചെയ്യണം. ഓക്കെ, കൺട്രോൾ വൈ അടിച്ച് ഇവിടെ ഫിക്സ് ചെയ്യാം. ഓക്കെ, നമുക്ക് സൂം ചെയ്തിട്ട് ഇവിടെ ഈ അറ്റത്ത് ഇത് ഫിക്സ് ചെയ്യണം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് ഓക്കെ. അടുത്തത് എനിക്ക് ഇതിൻ്റെ ഒരു കട്ടിങ് ലൈൻ ഉണ്ടാക്കണം. അപ്പോൾ കട്ടിങ് ലൈൻ ഞാൻ ഇവിടുന്ന് ഈ ഒരു ഏരിയയിലാണ് ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് ലൈൻ എടുക്കുക. അതേപോലെ ഈ ഇതിങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ നമ്മളൊരു കട്ടിങ് ലൈൻ എടുക്കുക. ഇത് നമുക്ക് ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം. അതിൻ്റെ ഞാൻ കളർ ഞാനൊരു ബ്ലൂ കളറാക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവും, ആ ഒരു ലൈന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ലൈന് ചിലപ്പോൾ ഇങ്ങോട്ട് നീക്കേണ്ടി വരും, ഈ ഒരു ഭാഗത്തേക്ക് നീക്കേണ്ടി വരും, ഇതേപോലെ കൂട്ടിമുട്ടിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ കൂട്ടിമുട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൂട്ടിമുട്ടിച്ചാലേ ആ ഒരു എൻ ആവുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഇതിവിടെ ജോയിൻ്റ് ആക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇതും ഇങ്ങനെ നീക്കിയിട്ട് കുട്ടിമുട്ടിക്കേണ്ടി വരും, ഇതും ഇങ്ങനെ കുട്ടിമുട്ടിക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഒരു യുണീക്ക് ഷേപ്പ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇനി നമുക്ക് മൊത്തം സെലക്ട് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ഏരിയാസൊക്കെ റിമൂവ് ചെയ്യാം. ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട. ഇത് കറക്റ്റായിട്ട് വന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഇങ്ങോട്ട് നിൽക്കാം. ഇനി ഉണ്ട് കേട്ടോ കുറച്ച് ഏരിയാസ്. ഇത് വേണ്ട. ഇനി നമുക്ക് ഈ യെല്ലോ ഫുള്ള് ഫില്ല് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങോട്ട് നീക്കാൻ പറ്റുമോ നോക്കാം. അതേപോലെ ഇതിങ്ങോട്ട് നീക്കാൻ പറ്റുമോ നോക്കാം. അത് കുറച്ച് മോഡിഫിക്കേഷൻ നമുക്ക് സ്വന്തമായിട്ട് വരുത്തിയാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നേരത്തെ വരച്ചിട്ടുള്ള ഒരു സെയിം സാധനം തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ മഞ്ഞ മാത്രമാണ് നമ്മുടെ ലോഗോ കണ്ടോ, ഇതാണ് നമ്മുടെ ലോഗോ. അപ്പോൾ അകത്തൊരു എന് വരുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് വരണം. നമുക്കൊരു കാര്യം ചെയ്താലോ, ഇത് ഇങ്ങോട്ട് ജോയിൻ്റ് ആക്കാൻ പറ്റുമോ നോക്കാം. പക്ഷേ അത് സുഖം ഉണ്ടാവില്ല, നമുക്ക് ആ ഒരു ഡയമണ്ട് ഷേപ്പ് കിട്ടും. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയമണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്നാലും ഒരു ഡൗട്ട് ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടേ നമുക്ക് ആ ഒരു ഡയമണ്ട് ഷേപ്പ് ഒന്ന് അവിടെ ജോയിൻ ആക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ. ഞാൻ ആൾട്ട് പ്രസ് ചെയ്തിട്ട്, അതായത് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്ത് ഈ ലൈനെ സെലക്ട് ചെയ്ത് കൺട്രോൾ എഫ് അടിക്കാം. എന്നിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അതേപോലെ ഈ ഏരിയയിലും കൺട്രോൾ എഫ് അടിച്ച് ഒന്ന് വലുതാക്കാം. എന്നിട്ട് ഈ രണ്ട് ലൈൻ ഉണ്ടല്ലോ എടുക്കുക. അത് നമ്മളുടെ ഒരു ഗ്രിഡ് ലൈൻ ആയിരുന്നു. നമ്മളെടുത്ത് ഇങ്ങനെ കൊടുന്ന് ഇവിടെ വെക്കുക. എന്നിട്ട് ഇവിടെയും വെക്കുക. എന്നിട്ട് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. ഇപ്പോഴാണ് ഇത് കറക്റ്റ് എണ്ണ വരുന്നത്. മറ്റേ ഒരു ചെറിയൊരു വിയേർഡായിട്ടുള്ളൊരു എണ്ണ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുന്ന് ഇത് മൊത്തം നമുക്കൊരു കാര്യം ചെയ്യാം,
എക്സസ് ആയിട്ടുള്ള ഏരിയാസ് ഫുള്ള് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരൊറ്റ സിംഗിൾ ലെയറായിട്ട് ഇത് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, കൺവേർട്ട് ചെയ്ത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ആവശ്യമില്ലാത്ത ആങ്കർ പോയിൻറ്റ്സുകളൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിലുള്ളതും മൊത്തം ഡിലീറ്റ് ചെയ്ത് ഇത് കുറച്ച് മുകളിലേക്കാക്കാം. ഒരു അത്ര വേണ്ട, ഒരു 1 2 3 4 5 1 2 3 4 5. ഇതെങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും കറക്റ്റായിട്ട് വരണം അല്ലേ? കേട്ടോ, കൺട്രോൾ ആയി. യെസ്, അത് വന്നു. ഓക്കെ, അപ്പോൾ നമുക്കിത് ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോഗോ സിമ്പിൾ കിട്ടി. നമ്മുടെ ടെക്സ്റ്റും ഇവിടെ വരുന്നുണ്ട്. ടെക്സ്റ്റ് വന്ന് നോക്സോർ. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രിഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ഇത് ഈ ഒരു ഫോണ്ടിൻ്റെ ടെക്സ്റ്റ് എങ്ങനെയാണ് സിമ്പിളിന് മാച്ചായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഗ്രിഡിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു 6:4 എന്നുള്ള രീതിയിലാണ് കേട്ടോ. 6:4 റൂളിലാണ് എപ്പോഴും ഈ ഗ്രിഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, 6:4 റൂൾ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു 4 ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. അതായത് 6 അപ്പോൾ 1 2. ഓക്കെ, ഒരു ഗ്യാപ്പായി, ഗ്യാപ്പാട്ടോ പറയുന്നത്, ലൈനല്ല. അപ്പോൾ 2 3 4 5 6. ഇപ്പോൾ എത്ര ഗ്യാപ്പായി? 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഈ 6 എടുത്തിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് ഇതിൻ്റെ സെൻറ്ററിലാക്കുക. ഓക്കെ, മനസ്സിലായോ? ഈ സിമ്പലിൻ്റെ സെൻറ്ററിലാക്കുക. എന്നിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇപ്പോൾ കറക്റ്റ് ഗ്യാപ്പ്, ഒരേ ഗ്യാപ്പായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇത് നമുക്കൊരു റെഡ് കളറിൽ കൊടുക്കാം. എന്നിട്ട് ഈ ഫസ്റ്റത്തെ 2 ലൈന് മാത്രം കോപ്പി ചെയ്തിട്ട് അവിടെ തന്നെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക. ഓക്കെ, കറക്റ്റ് അതിൻ്റെ അതായത് ഈ ഗ്യാപ്പാണ് ഈ ലോഗോ തമ്മിലുള്ള ഗ്യാപ്പ്. ഓക്കെ, ഇനി ഇത് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. ഞാനൊന്ന് അതിൽ ടെക്സ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. എന്നിട്ട് പാത്ത് ഫൈൻഡറിൽ അതൊന്ന് ജോയിൻ്റ് ആക്കി. ഓക്കെ, ഈ ഗ്യാപ്പും കാര്യങ്ങളൊന്നും നമ്മൾ റെഡി ആക്കണ്ട കേട്ടോ, കാരണം ചെറുതായിട്ടും റെഡി ആക്കാം അല്ലേ? ഓക്കെ, കാരണം ലോഗോ ഈ ഫോണ്ട് ഉണ്ടാക്കിയാൽ അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ആ ലോഗോൻ്റെ ഗ്യാപ്പ് കറക്റ്റാണ് എന്നുള്ളത് അവർക്ക് അറിയാമല്ലോ. നമ്മൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ലോഗോൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളും. ഓക്കെ, ഇനി എന്ത് സംഭവിച്ചാൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഹൈറ്റ് മൊത്തം ഒരേപോലെ ആക്കട്ടോ. അതിൻ്റെ ഇതൊക്കെ ഈ ലോഗോ മറ്റേ അതിൻ്റെ ഹൈറ്റൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഈ ഡയറക്റ്റ് സെലക്ഷൻ എടുക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ആക്കുക. അതേപോലെ ഇവിടെ ഇങ്ങനെ ആക്കുക. ഇനി ഒരേ ലൈൻ തന്നെയാണോ എന്നുള്ളതൊന്ന് ഉറപ്പിച്ച് വെക്കട്ടെ. ഈ എക്സ് ഒക്കെ, അപ്പോൾ എക്സിനും എന്നിനൊക്കെ ഒരേ ഹൈറ്റാണെന്ന് ഉറപ്പ് കാണും. 0ക്ക് ഒരേ ഹൈറ്റ് അല്ല. അപ്പോൾ 0 ഒന്ന് വലുതാക്കി. ഓക്കെ, 0 വലുതാക്കുമ്പോൾ വേറൊരു വിഷയം ഉണ്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എക്സിന് നമ്മളൊരു ഹൈറ്റ് മാത്രം കൊടുക്കാം കേട്ടോ. എക്സിൻ്റെ ആ ഒരു വിട്ട് അങ്ങനത്തെ തന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. എയും അതേപോലെ തന്നെ ഹൈറ്റ് ഒന്ന് മാക്സിമം കിട്ടിയത്. 6ഉം ഹൈറ്റ് മാത്രം അല്ല, 6ന് ഈ ഒരു റൗണ്ട് പ്രശ്നമാവും. അപ്പോൾ നമ്മൾ നമുക്കൊരു കാര്യം ചെയ്യാം, 6ൻ്റെ വാല് മാത്രം ഒന്ന് താഴത്തേക്കാക്കാം. ബാക്കിയൊക്കെ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, 6ൻ്റെ വാല് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്നിൻ്റെ വാല് സെലക്ട് ചെയ്യുക. താഴത്തേക്ക് ആക്കിയാൽ കറക്റ്റായിട്ട് വരും. അതേപോലെ ഇതൊരേ ലെവലിൽ തന്നെ താഴത്തേക്ക് ആക്കണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഒരേ വലുപ്പത്തിൽ വന്നു. എന്നിൻ്റെ ഞാൻ കേസ് പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മൾ അല്ല ഓൻ്റെ കേസ് എന്താ പറഞ്ഞു വെച്ചാൽ, നമുക്ക് ഈ ഒരു തിക്നെസ് നമുക്ക് കറക്റ്റ് ആക്കണം. അപ്പോൾ എന്നിൻ്റെ അതേ ഗ്യാപ്പ് എടുക്കണം. അല്ല, മറ്റേ തിക്നെസ് ഗ്യാപ്പ് തന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ എടുക്കുക. എന്നിട്ട് ഈ ഓല് ക്ലിക്ക് ചെയ്തിട്ട് അത് സെൻറ്ററാക്കിയിട്ട് കൺട്രോൾ Y അടിച്ചിട്ട്
ഈ തിക്നെസ് ഉണ്ടല്ലോ, ഇതാണ് കറക്റ്റ് ഓൻ്റെ തിക്നെസ് ആവേണ്ടത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ എടുക്കുക. ഞാൻ ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ എടുക്കുന്നത്. എന്നിട്ട് അകത്തുള്ള റൗണ്ടല്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വി ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് കറക്റ്റ് ഇങ്ങനെ ആക്കിയാൽ ആ ഓൻ്റെ ഉള്ളിലുള്ള വട്ടം കറക്റ്റായിട്ട് ഒരേ ഗ്യാപ്പിൽ വന്നോളും. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പ് ഈ ഒരു 4 സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹൈറ്റ് ഉണ്ടല്ലോ, അത് കോപ്പി ചെയ്യുക, എന്നിട്ട് ലോഗോ സെലക്ട് ചെയ്യുക, അതിവിടെ മൊത്തം പേസ്റ്റ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് പ്രൊപ്പോർഷണലി ആ ഒരു വലിപ്പം വന്നോളും. ഇനി നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ ഫിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലോഗോൻ്റെ ഇതാണ് കറക്റ്റായിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ ഒരു റൂളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പൊടിക്ക് ചെറുതാക്കാം. യെസ്, ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരു ലോഗോ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ ലോഗോ എങ്ങനെ ഷോക്കേസ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അതിൻ്റെ മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിതിൻ്റെ വേറൊരു വേർഷൻ കൂടി ഉണ്ടാക്കണം. ഓക്കെ, ഇങ്ങനെ താഴേക്ക് എടുത്തിട്ട് ഒരു വേർഷൻ കൂടി ഉണ്ടാക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മാത്രം സിമ്പൽ കൊടുക്കുക. കാരണം ഇത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം ഗ്രൂപ്പ് ചെയ്തിട്ട് ഇനിയാണ് നമ്മൾ ബാക്കിയുള്ള ബ്രാൻഡിങ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ലോഗോ മാത്രമാണ് ഇപ്പോൾ ക്ലയൻറ്റിന് കൊടുക്കുന്നത്. ഓക്കെ, ലോഗോ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലോഗോ ഇന്ന ഏരിയകളിൽ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും കാണാൻ എന്നുള്ളതിൻ്റെ ഒരു മോക്കപ്പ് പാക്കേജ് നമ്മൾ കൊടുക്കണം. മനസ്സിലായ? അപ്പോൾ ആ മോക്കപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളല്ലാതെ ഇപ്പോൾ അവർ ചിലപ്പോൾ വിസിറ്റിംഗ് കാർഡും കാര്യങ്ങളൊക്കെ അടുത്ത തവണ ആഡ് ചെയ്യാൻ പറയുന്നുണ്ടാവും. നമ്മളതൊക്കെ അടുത്ത ഓരോ വർക്കുകളായിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇത് ലോഗോ ഏതൊക്കെ ഏരിയാസിൽ എങ്ങനെയൊക്കെ വിസിബിൾ ആവും, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ലോഗോൻ്റെ അപ്പിയറൻസ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോക്കപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മോക്കപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലാതെ മൊത്തം ബ്രാൻഡിങ് വർക്കുകളല്ല. അപ്പോൾ നമുക്ക് ലോഗോ മാത്രമേ നമുക്ക് റിക്വയർമെൻ്റ് ചെയ്യുന്ന സമയത്ത് ലോഗോൻ്റെ അപ്പിയറൻസസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 3 ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് ബാക്കിലായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു വൈറ്റ് ബോക്സ് ആഡ് ചെയ്യാം. ഓക്കെ, വേണ്ട, വൈറ്റ് ബോക്സ് ആഡ് ചെയ്യുക. കാരണം ഇത് നമ്മൾ ഇനി ഒരു ഇമേജായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എല്ലാതും നമ്മൾ ഇമേജായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ബാക്കിൽ ഒരു വൈറ്റ് കളറിൽ വേണം. ഞാൻ PNG ആയിട്ടല്ല കേട്ടോ കൺവേർട്ട് ചെയ്യുന്നത്, JPG ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ പിന്നെ മനസ്സിലാക്കും. ഇത് ഞാൻ കളക്ട് ഫോർ എക്സ്പോർട്ട് കൊടുത്തിട്ട് ആസ് മൾട്ടിപ്പിൾ അസറ്റ്സ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇത് ഞാൻ JPG ഫയലുകളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് വരും. അപ്പോൾ ഈ അസറ്റ്സുകൾ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ പറയുന്നത്. അപ്പോൾ ഞാൻ JPG എന്നുള്ളത് അവിടെ RGBനെയാണ് ഉറപ്പിച്ച് വരുത്തുക. ഇവിടെ CMYK ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ അത് RGB ആക്കുക. ആർട്ട് ഒപ്റ്റിമൈസ്ഡ്, ബേസ് ലൈൻ ഒപ്റ്റിമൈസ്ഡ്, സേവ് സെറ്റിങ്സ് കൊടുത്തിട്ട് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 1500 ആക്കുക. എന്നിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുത്താൽ ആ ഇമേജസ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇനി ആണ് ശ്രദ്ധിക്കേണ്ടത്, ഇനി ഞാൻ പറയുന്ന ഒരു സംഭവം ശ്രദ്ധിക്കുക. എന്തത്? ഓക്കെ, ഈ JPG നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുള്ള JPG ഫയലുകളുണ്ടല്ലോ, നമ്മുടെ ലോഗോയും കാര്യങ്ങളൊക്കെ, ഇതും പിന്നെ അവർ തന്നിട്ടുള്ള ഒരു പെർഫ്യൂമിൻ്റെ ബോട്ടിലുണ്ട്. ഇതും നമ്മുടെ കയ്യിലുള്ള അവർ തന്നിട്ടുള്ള അസറ്റുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നേരെ ഒരു വെബ്സൈറ്റ് തുറക്കുക. അതിൻ്റെ പേരാണ് ഗൂഗിൾ മിക്സ്പോഡ് കേട്ടോ. ഇത് ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മിക്സ്പോഡ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ നമ്മളെ ബ്രാൻഡിൻ്റെ പേര് കൊടുക്കുക. എന്താണ് ബ്രാൻഡിൻ്റെ പേര്? നൊക്സ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ പെർഫ്യൂമിൻ്റെ ബോട്ടിൽ, അതേപോലെ നമ്മുടെ ലോഗോസ്,
ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഒന്ന് വെയിറ്റ് ചെയ്യുക, അതൊക്കെ ഒന്ന് ലോഡ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കൊരു മൂഡ് ബോർഡ് സെറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോഗോസ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലോഗോസൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ ചെറുതാക്കുന്നുണ്ട്. ഇനി നമുക്ക് ChatGPT എടുക്കുക. ഓക്കെ, ChatGPT ഒക്കെ അറിയുമെന്ന് വിചാരിക്കുന്നു. ChatGPT അല്ലേ? ഓക്കെ, ChatGPT എടുക്കുക. ChatGPTയിൽ ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചോദിക്കുക, ഐ വാണ്ട് ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ മോക്കപ്സ് ഫോർ ദി ബ്രാൻഡിങ് purpose for showing to the client. ഇംഗ്ലീഷൊന്നും നോക്കണ്ട കേട്ടോ, ഇംഗ്ലീഷൊക്കെ പൊട്ടേക്കാരം, പക്ഷേ സംഭവം മനസ്സിലാവും. ടു ദ ക്ലയൻറ്റ്, I want prompts for each mockups. എന്തൊക്കെയായിരുന്നു മോക്കപ്പ്? ഇപ്പോൾ as this is a perfume brand, give related mockups with the logo attached. ഓക്കെ, ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നോക്കാം എന്താണ് ChatGPT തരുന്നത് എന്നുള്ളത്. പെർഫെക്റ്റ് ലെറ്റ്സ് ബിൽഡ് സ്ട്രോങ് ലക്ഷറി പെർഫ്യൂം ബ്രാൻഡ്. അപ്പോൾ നമുക്ക് ഹീറോ പ്രോഡക്റ്റ് അപ്ലോഡഡ് സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, അതവിടെ ലോഡായി നിൽക്കട്ടെ. നമുക്ക് നേരെ മിക്സ് ബോർഡിലേക്ക് വന്നിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് രണ്ടും ക്ലിക്ക് ചെയ്യുക. ഉണ്ടോ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ക്ലിക്ക് ചെയ്യും. ഇനി നമുക്ക് add the logo on the perfume bottle. അവർ തന്നിട്ടുള്ള സാധനത്തിന് തന്നെ ആദ്യം കൊടുക്കാം. നമ്മൾ എന്നിട്ട് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ ഇമേജ് ലോഡാവാൻ തുടങ്ങും. ആ ഇമേജ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അത് കണ്ട ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് റെഡ്യൂസ് ദി സൈസ് ഓഫ് ദി ലോഗോ. ചില സമയത്ത് വരും, ചില സമയത്ത് വരില്ല കേട്ടോ. പറഞ്ഞില്ലേ, ചില സമയത്ത് വരില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ അവർ തന്നിട്ടുള്ള സാധനം വെച്ച് കൊടുത്തു നോക്കാം, ലോഗോ. ഓക്കെ, ഇനി നമുക്ക് ലോഗോ സെലക്ട് ചെയ്യാം, പേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് പിന്നെ ഫോട്ടോഷോപ്പിൽ ചെയ്യാം. ഇതെന്താ തരുന്നത് നോക്കാം. അയ്യോ, അത് രസമായിട്ടോ. പക്ഷെ മറ്റേ ഈ ബോട്ടിലിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായി, മനസ്സിലായ? സംഭവം നൈസായി. നമുക്ക് നോക്കാം, ഒന്നും കൂടി നോക്കാം. ഈ ലോഗോൻ്റെ ഈ സാധനം വെച്ചിട്ട് നോക്കാം. നൊക്സാർ എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അടുത്തൊന്ന് നോക്കാം. നമുക്ക് ഒരു കാര്യം കൂടി ChatGPTയോട് പറയാം കേട്ടോ. അതായത് the logo can be both white and black color. ഇനി നോക്കാം, കോപ്പി എടുക്കുക,
ഓ മോനെ, ഇത് നൈസായിട്ടാ. പക്ഷേ ഈ ലോഗോ ബോട്ടിലുമ്പോൾ കറക്റ്റായിട്ട് വരുന്നില്ല അല്ലേ? അത് നമുക്കൊന്ന് നോക്കാം. സംഭവം നൈസായി, പക്ഷേ ഞാൻ വിചാരിച്ച മാതിരി പറ്റില്ല. ഓക്കെ, അടുത്ത നമുക്ക് നോക്കി നോക്കാം. വാനിറ്റി ഡ്രസ്സിങ് ടേബിൾ പാക്കേജിങ് ID ഇതെങ്ങനെയായിട്ട് നോക്കട്ടെ. നമുക്ക് സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്തിട്ട് അതെങ്ങനെ വരുന്നത് നോക്കട്ടെ കേട്ടോ. ഇത് നൈസായി. എല്ലാത്തിലും ബോട്ടിൽ വരുന്നുണ്ട് അല്ലേ? അത് നമുക്ക് കാര്യം പറയാം കേട്ടോ. ബോട്ടിൽ എപ്പോഴും കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. യു ഡോണ്ട് നീഡ് ടു ഷോ ദി ബോട്ടിൽ എവരിവെയർ. ഐ നീഡ് ഫോളോയിങ് തിങ്സ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു നോക്കാം. ഒന്ന്, നമുക്ക് വിസിറ്റിംഗ് കാർഡ്, സ്റ്റേഷനറി ഐറ്റംസ് പറയാം. സ്റ്റേഷനറി അല്ലെ വേണ്ട, വിസിറ്റിംഗ് കാർഡ് നമുക്ക് ഓരോ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയാം. വിസിറ്റിംഗ് കാർഡ് വേണം. പിന്നെ പാക്കേജ് മോക്കപ്പ് വേണം. പിന്നെ ലെറ്റർ ഹെഡ് വേണം. പിന്നെ ഓഫീസ് വാള് വേണം. പിന്നെ ഗ്ലാസ് ബ്രാൻഡിങ് വേണം. പിന്നെ നമുക്ക് എന്തൊക്കെയോ വേണ്ടില്ല. ഒരു ലക്ഷറി എന്ന സമയത്ത് ഒരു ലൈവ് ഡെമോ ഇൻസൈഡ് എ മാൾ ഓർ hypermarket. പിന്നെ വരുന്നത് എന്താണ്? ഇൻസൈഡ് എ കാർ അല്ലേ? കാറിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും ഇതുണ്ടാവുക എന്നുള്ളത്. പിന്നെ നമുക്ക് നോക്കുന്നത് ഒരു ഇതിൻ്റെ അകത്ത് ഒരു ലക്ഷറി റെഡ് പില്ലോ അങ്ങനെ വെക്കുന്ന രീതിയിലുള്ള ഒരു ഷോക്കേസിങ് മോഡൽ. ഓക്കെ, പിന്നെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ, അതൊരു 4:5 ആയിക്കോട്ടെ. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആഡ് വിത്ത് കണ്ടൻറ് കേട്ടോ, വിത്ത് ടെക്സ്റ്റ് കോണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നോക്കാം ഇതെന്തൊക്കെ തരുന്നുള്ളത് നോക്കാം. ഓക്കെ, ഇത് വരുന്നുണ്ട്. നമുക്ക് നമ്മളെ ലോഗോ സെലക്ട് ചെയ്തിട്ട് കൊടുത്തു നോക്കാം. വേണ്ട, ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞ കേട്ടോ. മിക്സ് ബോർഡിൻ്റെ രണ്ടെണ്ണമൊക്കെ ഒരുമിച്ച് തരും. അത് സെപ്പറേറ്റ് അതിൻ്റെ ബാക്കും ഫ്രണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അത് ഞാൻ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് വൈറ്റും ബ്ലാക്കും വന്നതാണ്. വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൽ സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ഐ നീഡ് ദി ബോക്സ് ആൻഡ് ബോട്ടിൽ സെപ്പറേറ്റ്ലി കൊടുക്കുന്ന സമയത്ത് ആ ബോട്ടിലും ആ ബോക്സും എനിക്ക് 2 ലെയറായിട്ട് കിട്ടും. കണ്ടോ, മിക്സ് ബോർഡിന് അങ്ങനെ ഒരു സംഭവമുണ്ട്. നല്ല ഉഷാർ സാധനം. കണ്ടോ, ബോക്സും ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വിസിറ്റിംഗ് കാർഡിൻ്റെ ഒരു സംഭവം കിട്ടി. ഇനി വിസിറ്റിംഗ് കാർഡിൻ്റെ പാക്കേജ് നോക്കാം.
പാക്കേജ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി നോക്കാം. ഓക്കെ, നൈസ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഒക്കെ, ഒരു ക്ലാരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഇമേജിനൊക്കെ നമ്മൾ ജസ്റ്റ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മൾ സൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നല്ല പക്കയായിട്ട് ക്ലാരിറ്റിയിൽ കിട്ടുന്ന സാധനം തന്നെയാണിത്. ഇതുണ്ടോ, പെട്ടെന്ന് തന്നെ ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല, അത് തീരെ ക്ലാരിറ്റി ഇല്ലാത്തൊരു ഇമേജ് ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളൊരു ഇമേജ് തന്നെയാണ്. ഇനിയിപ്പോൾ ലെറ്റർ ഹെഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നൈസ്. ലെറ്റർ ഹെഡ് നമുക്ക് അങ്ങനെ ലോഗോ കറക്റ്റായിട്ട് വന്നോന്ന്. ലോഗോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലെറ്റർ ഹെഡിൻ്റെ ഒരു ഡിസൈൻ കിട്ടി. ഇനി അടുത്ത എന്തായിരുന്നു നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്? ഓഫീസ് വാൾ ബ്രാൻഡിങ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഓഫീസ് വാളിൻ്റെ അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എന്തൊക്കെ ഇപ്പോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ സെലക്ട് ചെയ്യണം കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കുറച്ചുകൂടി വലിപ്പമുള്ള ഇങ്ങനെ തിന്നായിട്ട് അല്ലാത്ത വലിയൊരു ബോട്ടിൽ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. പെർഫ്യൂം ബോട്ടിൽസ് കുറേ ഉണ്ടാവും, നമുക്ക് നോക്കാം. കുഴപ്പമില്ല, അത് നൈസായിട്ട് കിട്ടിക്കണം. ഓക്കെ, പക്ഷെ PNG പ്രീപ്പിക്കുന്നതിന് എടുക്കാൻ പറ്റും നോക്കട്ടെ കേട്ടോ. സേവ് ചെയ്തിട്ട് ഓക്കെ, നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. add the logo to this bottle. Place the bottle on a rock surface gradient, soft gradient background. ഓട്ടെ, ഇതെന്താണ്? അടുത്ത ലോഗോ എടുക്കുന്ന സമയത്ത് എന്തോ എറർ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ PNGൻ്റെ സാധനം ആയതുകൊണ്ടാണെന്നാവും. അത് പോട്ടെ, നമുക്ക് വേറൊരു ഇമേജ് നോക്കാം. ഇത് കൊടുത്ത് നോക്കാം. സേവ് ഇമേജ്, സേവ്. നോട്ടോ, അത് വരുന്നുണ്ട്. അത് ചിലപ്പോൾ മറ്റേ PNG ട്രീന്ന് എടുത്തോണ്ടായിരിക്കും. ഇത് നൈസായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം കൂടി ചോദിച്ചു നോക്കാം. ആഡ് ദിസ് ലോഗോ onto this bottle. Make the logo small. Place the bottle on a rock. Change the perspective. അതുകൂടി കൊടുത്തോക്കാം, വരുമോ നോക്കാലോ. എന്താ വരുന്നുണ്ട് നോക്കട്ടെ.
കുഴപ്പമില്ല. പക്ഷേ ലോഗോ കണ്ട ലോഗോ സെൻറ്റർ മൂവ് ദ ലോഗോ സെൻറ്റർ ചിലപ്പോൾ വരില്ല കേട്ടോ, കാരണം ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത സാധനമല്ലേ. ലെറ്റ്സ് സീ. പക്ഷേ 2-3 വന്നിട്ട് അത് അങ്ങനെ വന്നിട്ട് കാര്യമില്ല. നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം അതൊക്കെ. ഇവിടെ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, add the logo on the portal as sender, add brown perfume to the inside, perfume inside the bottle. ഇത് വരുന്നുണ്ട്, നോക്കട്ടെ. അത് നൈസായിട്ട്, അത് നല്ല രസമുണ്ട്. ഓക്കെ, അത് രസമുണ്ട്. സംഭവം നല്ല വലുപ്പമുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനം തന്നെ. ഓക്കെ, അടുത്ത നമുക്ക് എന്താ ചെയ്യാൻ പറ്റും നോക്കാം. നെക്സ്റ്റ് എന്തൊക്കെയുള്ളത്? ഓഫീസ് വാൾ ബ്രാൻഡിങ് നമുക്ക് നേരത്തെ നോക്കിയില്ല. ഓഫീസ് വാൾ ബ്രാൻഡിങ് നമുക്ക് ഈ സിമ്പൽ മാത്രം എടുത്ത് ചെയ്യാൻ പറ്റും നോക്കാം. വയലിൽ നോക്സാർ എന്നുള്ളത് കൊണ്ട് നോക്സാർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ലെറ്റർ ആക്കി തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കറക്റ്റ് അതന്നെ എടുത്താൽ മതിയായിരുന്നു. കുഴപ്പമില്ല, ഒന്നുകൂടി കൊടുക്കാം. എന്തൊന്നുമില്ല, ജനറേറ്റ് ആവട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അത് വേറെ ഫോണ്ടാണ്, വേണ്ട, ഇതെടുക്കാം. നമുക്ക് നേരത്തെ ക്രിയേറ്റ് ചെയ്തുള്ള സാധനങ്ങളിൽ എന്തൊക്കെ എടുക്കാൻ പറ്റുന്നുള്ളത് നോക്കട്ടെ. നമുക്ക് നക്സാർ എന്നുള്ളത് വേറെ എന്തൊക്കെയായിട്ട് വന്നല്ല, വേറെ ലോഗോ ഒക്കെ ആയിട്ട് അത് പറ്റില്ല. അപ്പോൾ നമുക്ക് കാര്യം പറയട്ടെ. സ്ട്രിക്ട്ലി ഫോളോ, ഇത് ഇവിടെ ഒരു സാധനം കൊടുത്താൽ സ്ട്രിക്ട്ലി യൂസ് ദി അറ്റാച്ച്ഡ് ലോഗോ, ഡോണ്ട് alter or recreate the logo or the text അല്ല, word mark strictly. ജപ വേറ്റ. പാക്കേജിങ് നമുക്ക് ഈ ഒരു ഇതും പാടെ സെലക്ട് ചെയ്തിട്ട് കൊടുത്തോക്കാം. ഇതൊക്കെ നമുക്ക് ബ്രാൻഡിങ്ങിൻ്റെ ഭാഗത്ത് അതൊക്കെ നമുക്ക് എടുക്കാം, ഇതൊക്കെ യൂസ് ചെയ്യണം. വാവ്, നൈസ്, രസമുണ്ട് കേട്ടോ. നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് ലെറ്റർ ഹെഡ് ഓഫീസ് വർക്ക്. നോക്കട്ടെ, വാർഡ് കുഴപ്പമില്ല. ഓക്കെ, നൈസായിട്ടുണ്ട്. അടുത്തത് ഗ്ലാസ് ബ്രാൻഡിങ് നമുക്ക് വായിച്ചോ. ക്രിയേറ്റ് ഗ്ലാസ് ബ്രാൻഡിങ് മോക്കപ്പ് ഫോർ നക്സാർ യൂസിങ് ദി അറ്റാച്ച്ഡ് ലോഗോ എക്സാക്ട്ലി ആസ് പ്രൊവൈഡഡ്. മോക്കപ്പ് എന്ന് മാത്രം മതി. Using the attached logo as it is provided with no logo recreation mode, apply the logo as white and manual. ഓക്കെ, നമുക്ക് ഈ ക്ലാസ് ബ്രാൻഡിങ് ഇത് സെലക്ട് ചെയ്യാം. ഞാൻ ആ ബ്രാൻഡിങ്ങിൻ്റെ പേരെടുത്ത് കളയാൻ കാരണം എനിക്ക് ഈ ഒരു സാധനം മാത്രമായിട്ട് കിട്ടണം എന്നുള്ളതാണ്.
നമുക്ക് നോക്കാം. യൂസിങ് ദി അറ്റാച്ച്ഡ് ലോഗോ എക്സാക്ട്ലി ആസ് പ്രൊവൈഡഡ്. ഓക്കെ, ലെറ്റ്സ് ക്രിയേറ്റ്. നമുക്ക് നോക്കാം എന്താണ് വരുന്നത് എന്നുള്ളത്. കുഴപ്പമില്ല, വൈറ്റ് വിഷയമല്ല. ഓക്കെ, ഇനി ഒരു ലൈവ് ഡെമോ നമുക്ക് നോക്കാം. ലൈവ് ഡെമോയിൽ എങ്ങനെ വരിക എന്നുള്ളത്. നമുക്ക് ഈ ഒരു കുപ്പി എടുക്കാം. പിന്നെ ഈ ബ്രാൻഡും സെലക്ട് ചെയ്യാം, നെയിമും സെലക്ട് ചെയ്യാം. നോക്കാം എന്താണ് വരിക നോക്കാം. ഒരു ലൈവ് ഡെമോൻ്റെ സാധനം അല്ലേ, ആ മൊത്ത കുപ്പിയായി. ഓക്കെ, കുഴപ്പമില്ല. അടുത്തത് ലക്ഷറി റെഡ് പില്ലോ. ഇൻസൈഡ് കാറുണ്ട് കേട്ടോ, എടുത്തു നോക്കാം. അതും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലോഗോയും സെലക്ട് ചെയ്തിട്ട് അത് കൊടുക്കാം. നോക്കട്ടെ അടുത്തത് എങ്ങനെ വരിക നോക്കാമല്ലോ. ഇത് നാനോ ബനാനൻ്റെ പോലത്തെ എന്താ പറയുക, പക്കയായിട്ട് കിട്ടില്ല കേട്ടോ. കാരണം ഇതിൽ യൂസ് ചെയ്യുന്നത് നാനോ ബനാന ഓൾഡ് ജനറേഷനാണ്, അല്ലെങ്കിൽ ഇമേജ് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ തന്നെ ഒരു മോഡലുണ്ട്, അതാണ് തോന്നുന്നുണ്ട്. ഇതിലെവിടെ നക്സാർ, ഇവിടെ ഒരു ബ്രാൻഡിങ് നിൽക്കുക, സോറി അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അടുത്തത് ചിലതൊക്കെ ഫെയിലാവും, ചിലതൊക്കെ കിട്ടും. കാരണം അത് പക്കയായിട്ടുള്ളൊരു ഇതല്ല. നമ്മളൊരുപാട് നേരം ഇതും ഇരുന്നാൽ ചിലപ്പോൾ നമുക്ക് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള സാധനം കിട്ടും. ഇപ്പം നാനോ ബനാനൊക്കെ നമുക്ക് ജിയോൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. അപ്പം നാനോ ബനാനൊക്കെ യൂസ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ പില്ലോ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ ഈ പില്ലോൻ്റെ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ആ ബോട്ടിൽ അയിമുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് പറയാം, I was meant the bottle is laid അങ്ങനെ തന്നെ laid place on this luxury pillow. The bottle will be attached to the AI. Okay. Meanwhile, let's create social media poster. Let's see how it looks. Okay. വരുന്നുണ്ട്. പക്ഷെ 4:5 എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ മോക്കപ്പ് ആയിരിക്കും അല്ലേ, നോക്കാം. എന്തൊരു പ്രസൻറ്റേഷൻ പോലത്തെ ഒരു സാധനമുണ്ട്, അതും നമുക്ക് മോഡിഫൈ ചെയ്യാം കേട്ടോ പ്രോംപ്റ്റ്. അപ്പോൾ ഇതിലിപ്പോൾ മോഡിഫൈ ചെയ്തിട്ടുള്ള സാധനം പറഞ്ഞ് നോക്കാം. ഓക്കെ, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബോട്ടിലുണ്ടല്ലോ, അത് സെലക്ട് ചെയ്തിട്ട് നോക്കാം. ബോട്ടിലൊന്ന് നോക്കട്ടെ. സംഭവം നൈസായി. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ബ്രാൻഡിങ്ങിൽ കാണിക്കാനുള്ളത് കിട്ടുമല്ലോ. അടുത്തത് സോഷ്യൽ മീഡിയ പോസ്റ്റർ ഉണ്ടല്ലേ. സോഷ്യൽ മീഡിയ പോസ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് അറിയാം. make a mock-up with the iPhone screen, Instagram, 4:5 ratio poster inside it. ഞാൻ ഗ്രാമറൊന്നും നോക്കണില്ല കേട്ടോ. പോസ്റ്റർ add the attached bottle image, attach the bottle image and logo. Make a
പ്രൊഫഷണലിൻ്റെ സ്പെല്ലിങ് ഒന്നും നോക്കണ്ട, എന്നാലും പ്രൊഫഷണൽ എന്തത് പ്രൊഫഷണൽ പോസ്റ്റർ elegant and luxury golden logo on the വേണ്ട ഓക്കെ. ഓക്കെ, നമുക്ക് അങ്ങനെ കിട്ടി. ഇനി നമുക്ക് നോക്കാം ബോട്ടിലവിടെ. അല്ല, അടുത്ത് ഇതും സെലക്ട് ചെയ്യാം കേട്ടോ. രണ്ടും പാട് സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, വലിയൊരു ഇതാണല്ലോ. രണ്ടെണ്ണം വരുന്നുണ്ട്. രണ്ടെണ്ണം ലെറ്റ്സ് സീ. ഇതെന്താ അത്? പോസ്റ്റർ ഇത് ഒരുമിച്ച് വന്നില്ല അല്ലേ? Place the poster to the phone. കൊടുത്തു നോക്കാം. വരുന്നില്ല. സംതിങ് റോങ്. അത് ചിലപ്പോൾ നാനോ ബാനയിൽ വരും. ഓക്കെ, നമുക്ക് ഇത്രയും മതി. ഒരു ക്ലയൻറ്റിനെ കൺവിൻസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയി. എങ്ങനെയായിരിക്കും ലോഗോ വരിക, എന്തായിരിക്കും ലോഗോൻ്റെ ഉദ്ദേശം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനൊക്കെ നമുക്ക് ഇത് മതി. ഓക്കെ, ഇനി മൊത്തം നമുക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നൈസാണ്, പക്ഷേ ആ ലോഗോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം നമുക്ക്. അത് നമുക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യാം. ഓക്കെ, വേറെന്താ ഇതും നമുക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യണം. ഓക്കെ, വേറൊന്നുമില്ലല്ലോ. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. ഇത് അവിടെ നോട്ടെ, ബാക്കിയുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്യാം കേട്ടോ. വെറുതെ നമ്മൾ ഓക്കെ, നമുക്ക് ആവശ്യമുള്ള മാത്രം എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ഷോക്കേസിങ് ഉണ്ടാക്കണം. അതായത് എങ്ങനെയാണ് ഈ ലോഗോൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പേജുകൾ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇല്ലസ്ട്രേറ്ററിൽ തന്നെ കുറച്ച് പേജുകൾ സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ആർട്ട് ബോർഡ് ഉണ്ട്. നമുക്ക് കുറച്ച് ആർട്ട് ബോർഡുകൾ എക്സ്ട്രാ ഉണ്ടാക്കാം. 2-3 ആർട്ട് ബോർഡ് ഉണ്ടാക്കാം. ഓക്കെ, അതിൽ നമുക്ക് ബ്രാൻഡ് നെയിം, മിസ്റ്ററി, ഈ സാധനം ഉണ്ടല്ലോ, ഇത് നമുക്ക് അവിടെ കൊടുക്കാം. ജസ്റ്റ് ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ലോഗോൻ്റെ ഒരു ലോഗോ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുക്കാം. ഫസ്റ്റത്തെ ലോഗോ കൺസ്ട്രക്ഷൻ തന്നെ ആയിരിക്കും സ്പെല്ലിങ്ങൾ കരുതണം. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ലോഗോ ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്കൊന്ന് കൊടുക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ലോഗോ കൺസ്ട്രക്ഷൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അതിൽ ലോഗോ എന്തൊക്കെയാണ്? പേഴ്സണാലിറ്റി അല്ലെ, മിസ്റ്റീരിയസ്, കോൺഫിഡൻറ്റ്, സെൻഷ്യൽ, പ്രീമിയം, മോഡേൺ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഷാർപ്നെസ്, ഈ ഷാർപ്നെസ്സൊക്കെ നമുക്കൊരു എന്താക്കി കൊടുക്കണം. അത് നമുക്ക് ഞാൻ സെലക്ട് ചെയ്യാം. ഓക്കെ, കോപ്പി. നമുക്ക് സ്ട്രോക്ക് ആക്കിയിട്ട് ഒരു ഏരിയയിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഷാർപ്പ്നെസ് നമുക്ക് എങ്ങനെയാണ് ഇതാക്കുക എന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം. പ്രീമിയം മോഡേൺ എങ്ങനെയാണ് ഇത് പ്രീമിയം മോഡേൺ ആവണം എന്നുള്ളതാണ്. പ്രീമിയം മോഡേൺ, ഈ കോണ് എങ്ങനെ പ്രീമിയം മോഡേൺ ആവണം എന്നുള്ളത് കേട്ടോ.
ഓക്കെ, അതിലൊരു ടെക്സ്റ്റ് നമുക്ക് കൊടുക്കാം. എങ്ങനെയാണ് ഈ ഒരു കോണ് പ്രീമിയം ആവണമെന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് കൊടുക്കുന്നറിയാം. ഞാൻ ചെയ്യുന്നൊരു ഐഡിയ ഉണ്ട്. ഇങ്ങനെ എടുക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക, നേരെ നമ്മൾ ചാറ്റ് ജി പി ടി എടുക്കുക. അപ്പോൾ ഇത് ഇതാക്കുക, പേസ്റ്റ് ചെയ്തിട്ട് give a short sentence to convince the client how this എന്താ പറയുക, how this ഷാർപ്നെസ് ആണോ കോണാണോ, ഷാർപ്പ് കോൺ ഇങ്ങനത്തെ കോർണർ ഷാർപ്പ് കോർണർ, അല്ലെങ്കിൽ അതിന് പറയാം ആ ഒരു എഡ്ജ് how the sharpness edge is represent എന്തൊക്കെയായിരുന്നു, പ്രീമിയം ആൻഡ് മോഡേൺ അല്ലേ. പ്രീമിയം മോഡേൺ എങ്ങനെ ആവുന്നു എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് സെറ്റ്. റെപ്രസെൻറ്റ് പ്രീമിയം ആൻഡ് മോഡേൺ. The sharp, precise edge reflect precision, confidence and modern luxury mindset qualities associated with the premium brands. അവതരിക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന, അതായത് നമുക്ക് സംഭവം നമ്മളെ മൈൻഡിലുള്ള ആ ഒരു സെൻറ്റൻസാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മളിത് റാൻഡമായിട്ട് ക്രിയേറ്റ് ചെയ്യല്ല കേട്ടോ. നമ്മളിത് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു സാധനം തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു സെൻറ്റൻസാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം തന്നെയാണിത്. അതായത് ആ ഒരു ലക്ഷറി, പ്രീമിയം, മോഡേൺ ആ ഒരു സാധനം ഇതിൽ വരണം. അപ്പോൾ അതിൽ പ്രീമിയം, മോഡേൺ എന്നുള്ള സാധനം വന്ന് ഇനി എന്താണ്, ബ്ലാക്ക് കളർ. ഈ ബ്ലാക്ക് കളറാണ് ഈ ബ്ലാക്ക് കളറ്, നല്ല ബോൾഡായിട്ടുള്ള ഈ ബ്ലാക്ക് കളറാണ് എന്തായിട്ടുള്ളത്, ബ്ലാക്ക് കളർ നോക്കട്ടോ. ഓക്കെ, ബ്ലാക്ക് കളർ എന്താണെന്ന് അറിയാം. കോൺഫിഡൻസ് ആൻഡ് സെൻഷ്വൽ. ഇവിടെ തന്നെ കൊടുക്കട്ടോ. എങ്ങനെയാണ് ബ്ലാക്ക് കളറ് കോൺഫിഡൻസും സെൻഷ്വൽ ആവണം എന്നുള്ളത് നമുക്ക് കൊടുക്കാം. For this black represent yes, കണ്ടോ, നമുക്ക് ബ്ലാക്കിൻ്റെ കിട്ടി. ഇനി എന്താണുള്ളത്, മിസ്റ്റീരിയസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. മിസ്റ്റീരിയസ് എന്നുള്ളത് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു മറ്റേ വൈറ്റ് സ്പേസ്, ഈ വൈറ്റ് സ്പേസ് ആണ് മിസ്റ്റീരിയസ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ കാണിക്കുക എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് മൊത്തം ഇങ്ങനെ ഒരു സ്ക്വയർ ഉണ്ടാക്കിയിട്ട് ആ സാധനം നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ എൻ എന്നുള്ളതുണ്ടല്ലോ, അത് നമുക്ക് കറക്റ്റായിട്ട് വിസിബിലിറ്റി കിട്ടണം. അതിൽ എന്നുള്ളതിൻ്റെ ഒരു വിസിബിലിറ്റി അവിടെ കറക്റ്റായിട്ട് കിട്ടണം. എൻ ഓക്കെ, നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്യുക. നമുക്ക് ഈ എന്നെ വേണം. ഓക്കെ, എന്നിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്തിട്ടേ എന്നിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് റെഡ് കളറായി വന്നിട്ടുണ്ടാവും. നമുക്ക് റെഡ് കളർ എടുക്കണം. Ctrl+C അടിക്കുക.
അൺഡു അടിക്കുക. നമുക്ക് ആ ലൈൻ കളഞ്ഞിട്ട് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മിസ്റ്റീരിയസ് ആയിട്ടുള്ളത് ആ ഒരു ഏരിയ, റെഡ് ഏരിയയിലാണ് നമുക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ളത് വേണ്ടത്. അപ്പോൾ നമുക്കത് എന്താ പറയുക ഇവിടെ കൊടുക്കാം. മിസ്റ്റീരിയസ്. ഓക്കെ, പേസ്റ്റ് ചെയ്യാം. അവിടെ ഉണ്ടല്ലോ ഓൾറെഡി അല്ലേ. നമുക്ക് കാര്യം പറയാം. മിസ്റ്റീരിയസ് ആയിട്ടുള്ളത്, മിസ്റ്റീരിയസ് the n in the negative space is mysterious. The n revealed through negative space creating accuracy not shown, making the mark feel mysterious and premium. Okay, അപ്പോൾ നമുക്ക് അത് കൊടുക്കാം. കൊടുക്കട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഗോ കൺസ്ട്രക്ഷൻ്റെ സംഭവം കൊടുത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. ലോഗോ കൺസ്ട്രക്ഷൻ എന്നുള്ളതല്ല ഇത്, നമുക്ക് ലോഗോ മീനിങ് ആക്കാം. ലോഗോ മീനിങ്, ലോഗോ കൺസ്ട്രക്ഷൻ എന്നുള്ളത് നമുക്ക് ഇവിടെ അതെങ്ങനെ വന്നു, നമ്മളെങ്ങനെ വരച്ചു എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അതെങ്ങനെ കൊടുക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു സ്ക്വയർ നമ്മൾ ചുറ്റോളം ഉണ്ടാക്കുക. ഓക്കെ, ചുറ്റിനും സ്ക്വയർ എടുത്തിട്ട് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ ലൈൻ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക, Ctrl+C Ctrl+F. അപ്പോൾ നമുക്ക് ആ ലൈന് മാത്രം കിട്ടും ഈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് ഈ ലൈന് നമുക്ക് റെഡ് കളറോ അല്ലെങ്കിൽ ഒരു പിങ്ക് കളറൊക്കെ ആക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിങ്ങനെ വലുതാക്കി വെക്കാം. കണ്ടോ, നമുക്ക് അങ്ങനെ ഓരോ ലൈനുകളും ഇങ്ങനെ കോപ്പി പേസ്റ്റ് അടിച്ച് വലുതാക്കി വെക്കാം. നമ്മൾ ഓരോ സോണി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ആ ലൈനിൻ്റെ കളർ ഇങ്ങനെ മാറ്റി മാറ്റി വരിക. അപ്പോൾ അവസാനം ഇത് വലുതാക്കി വെക്കുക. മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് ഒന്ന് സ്പീഡപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒക്കെ മിസ്സാക്കാതെ നമ്മൾ വരച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ മൊത്തം സെലക്ട് ചെയ്യും. എന്നിട്ട് ഈ സ്ക്വയറിൻ്റെ പുറത്തുള്ളതൊക്കെ ജസ്റ്റ് ഇങ്ങനെ റിമൂവ് ചെയ്യും. നമ്മുടെ ബേസിക് ടൂളുകളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. എന്നിട്ട് ആ ലൈനിനും അങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബ്ലാക്ക് കളർ മാത്രം സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് അത് ബാക്കിലോട്ട് ഇടുക. എന്നിട്ട് അതിന് നമ്മളൊരു ഗ്രേ കളറാക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് വരച്ചു എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. ഓക്കെ, സ്റ്റൈലിന് വേണ്ടിയിട്ട് നമുക്കിതൊരു റൗണ്ട് ആക്കാം. ഓക്കെ, അങ്ങനെ ലോഗോ കൺസ്ട്രക്ഷന്. പിന്നെ അടുത്ത് നമ്മൾ എന്താ പറയുക, ജോസഫൈൻ അല്ലേ, ആ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, എന്താ ഈ ടെക്സ്റ്റ് ഫുൾ ലോഗോ. അപ്പോൾ നമ്മൾ വേർഡ് മാർക്ക് എന്തുകൊണ്ട് ജോസഫൈൻ സെലക്ട് ചെയ്തു എന്നുള്ളത് പറയണം അവിടെ. വേർഡ് മാർക്ക് ജോസഫൈൻ സാൻസ് നമ്മൾ കുറച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടല്ലോ, അത്
കസ്റ്റമൈസ്ഡ് ഓക്കെ. നമുക്കിത് മൂവ് ചെയ്യാം, അങ്ങനെ വെക്കാം. അതേപോലെ മറ്റേ ലോഗോയും ഇത് 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 ഓക്കെ. ഇതെന്തുകൊണ്ട് നമ്മൾ ജോസഫൈൻ സെലക്ട് ചെയ്തു എന്നുള്ളത് നമുക്കിവിടെ പറയാം കേട്ടോ. തൽക്കാലം ഇത് ഹൈഡ് ചെയ്യാണ്, ഇത് നമുക്ക് പറയാം. അതും നമുക്ക് കൊടുക്കാം. വൈ ചോസ് ദിസ് ഫോണ്ട്. ജോസഫൈൻ ആൻഡ് സ്പ്രിംഗ് ഫ്രം കസ്റ്റമേഴ്സ് വാട്ടർ ടെക്സ്ചറിങ് ആൻഡ് പൊസിഷൻ. അത് മതി, ഇത്രേ ഉള്ളൂ. നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നമ്മൾ ഉണ്ടാക്കി കുറച്ച് മോക്കപ്പുകൾ ഉണ്ടല്ലോ, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓരോന്നിച്ച്. ഡൗൺലോഡ് ഓക്കെ. നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഫുള്ള് ഇല്ലസ്ട്രേറ്റർക്ക് ഇടാം. ഓക്കെ, അതെല്ലാം ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് എംബഡ് ചെയ്യപ്പോൾ തന്നെ, പിന്നെ ലിങ്കിൻ്റെ പ്രശ്നമല്ലല്ലോ. അങ്ങനെ നമുക്ക് ഓരോന്നും അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ. ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. എല്ലാം സ്ക്വയർ ആക്കാം. ചിലത് സ്ക്വയർ, ചിലതിങ്ങനെ നീളത്തിൽ ഇരുന്നോട്ടെ. ചിലത് നല്ല വലുപ്പത്തിലിരുന്നോട്ടെ. ചിലതിങ്ങനെ ചെറിയ സ്ക്വയറിലിരുന്നോട്ടെ. ഓക്കെ, ചിലതിങ്ങനെ ഇങ്ങനെ ഇരുന്നോട്ടെ. ഒരെണ്ണം അങ്ങനെ നീളത്തിലിരുന്നോട്ടെ. എത്ര എണ്ണം ഉണ്ട് എന്നാവോ നോക്കാം. ഞാൻ ആ എണ്ണത്തിനനുസരിച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത്, നോക്കട്ടെ. ചിലതൊക്കെ നമുക്ക് ചെയ്യാം. നമുക്കൊക്കെ അങ്ങനെ റൗണ്ട് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ഇതിൽ ഇത് കൊടുക്കാം. ഓക്കെ, അത് കട്ട് ചെയ്യുക, ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഈ ടൂൾ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അവിടെ വന്നിട്ടുണ്ടാവും. നമുക്കങ്ങനെ വലുതാക്കി വെക്കാം. അങ്ങനെ ഓരോന്നും നമുക്കങ്ങനെ സെലക്ട് ചെയ്ത് റെഡിയാക്കാം. സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ഷോർട്ട് കട്ട് Shift+D. ഓക്കെ, അതായത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് D ബട്ടണുമേ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ടൂളെ എനേബിൾ ചെയ്യും. ജസ്റ്റ് Ctrl+V അടിച്ചാൽ അവിടെ പേസ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ചെയ്തു. ഇനി ഇത് സെലക്ട് ചെയ്യാം, ഇതെടുക്കാം. ഇതെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്യാം.
അടുത്തത് ഇതാണ്. അത് നമുക്ക് ഇതിൻ്റെ അകത്തിടാം. പേസ്റ്റ്. ഞാനിപ്പോൾ ലോഗോ ഒന്നും ഇനി അറേഞ്ച് ചെയ്യാൻ നിൽക്കുന്നില്ല. കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്യാൻ നിൽക്കുന്നില്ല. പേസ്റ്റ്. എടുക്കുക. ഓക്കെ, അടുത്ത ഇതാണ്. ഇതെടുക്കാം. അടുത്തത് ഇതെടുക്കാം. ഓക്കെ, അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ മതി. ഒരു ക്ലയൻറ്റിനെ കൺവിൻസ് ചെയ്യാൻ ഏകദേശം ഈ സാധനങ്ങളൊക്കെ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് സേവ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് സേവ് ചെയ്തിട്ട് ഇതിൻ്റെ PDF കൊടുക്കുക. സേവ് ആസ് PDF അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ലോഗോ വരുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇത് അതൊക്കെ നമ്മൾ റാസ്റ്ററൈസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ റാസ്റ്ററൈസ് ചെയ്യുന്നില്ല, പറഞ്ഞുതരാം. നമ്മളെ ലോഗോ ഒക്കെ ഇമേജ് ആക്കിയിട്ട് കൊടുത്താൽ മതി. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. റാസ്റ്ററൈസ് ചെയ്ത് കൊടുക്കുക. വെക്ടർ ഫയൽ ഒരിക്കലും പേയ്മെൻറ്റിൻ്റെ മുമ്പേ കൊടുക്കരുത്. അപ്പോൾ നമ്മൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിന്നൊരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഒരു തുടക്കം മുതൽ അവസാനം വരെ ഒരു ബേസിക് സ്ട്രക്ചർ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ മിക്സ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂള് ഞാൻ ഒന്നുകൂടി വിശദമാക്കിയിട്ട്, അതായത് നമ്മൾ ഫോട്ടോ മാനിപ്പുലേഷനിലോ അല്ലെങ്കിൽ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഞാൻ നെക്സ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൂള് യൂസ് ചെയ്യുക. നല്ല അടിപൊളി ടൂളാണ്, ഫ്രീ ആണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷന് ഭയങ്കര സ്പൂൺ ഫീഡിങ് ആയിരിക്കണം. നമുക്ക് കറക്റ്റായിട്ട് എന്താ പറയുക, ഒരു സിംബോളിക്കായിട്ട് പറയാതെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ സംഭവം ഇതിന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന്നൊക്കെ ഓരോ എലമെൻറ്റുകൾ, ഇപ്പോൾ ഇതിന് ബോട്ടിൽ മാത്രം വേണമെന്നുണ്ടെങ്കിൽ നീഡ് ബോട്ടിൽ ഇൻ സ്ട്രൈറ്റ് വ്യൂ. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണേ, സ്ട്രൈറ്റ് വ്യൂ ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ആ ബോട്ടിൽ മാത്രം എനിക്ക് വേണം എന്നുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ, അതായത് ഒരു എലമെൻ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഒരു പോസ്റ്റർക്ക് വേണ്ടിയിട്ടുള്ള എലമെൻറ്റുകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ബോട്ടിൽ മാത്രം നമുക്ക് കിട്ടി, കണ്ടോ? അങ്ങനെ നല്ല ഫണ്ണായിട്ടുള്ള ഒരു നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസബിളായിട്ടുള്ള ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടൂളാണത്. അപ്പോൾ അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.